ഹായ്. ഇംഗ്ലണ്ടിലെ പ്രഭു കുടുംബം അവധിക്കാലത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു കാട്ടിലൊരു ചെറിയ കൊട്ടാരം പണിതിരുന്നു. ഒരവധിക്കാലത്ത് പ്രഭു കുടുംബത്തിലെ എല്ലാ ആളുകളും ആ കൊട്ടാരത്തിലേക്ക് താമസം മാറ്റി. ഒരു വൈകുന്നേരം പ്രഭുക്കളായ ആളുകളെല്ലാം ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലെ കുട്ടികൾ അവിടെയുള്ള കുളത്തിൽ ചാടി കുളിക്കാൻ വേണ്ടി പോയി. അവർക്ക് പരിചയമില്ലാത്ത കുളമാണ്. അവിടെ ചാടി കുളിക്കുന്നതിനിടയിൽ ഒരു കുട്ടി മുങ്ങിത്താണു. ആ കുട്ടി മുങ്ങിത്താഴുന്നത് അപകടത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ അവിടെയുള്ള വേറൊരു കുട്ടി ആ കുളത്തിലേക്ക് എടുത്തു ചാടി. അത് തോട്ടപ്പണിക്കാരൻ്റെ മകനായിരുന്നു. അങ്ങനെ തോട്ടപ്പണിക്കാരൻ്റെ മകൻ പ്രഭു കുടുംബത്തിലെ കുട്ടിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇത് പ്രഭുക്കൾ അറിഞ്ഞു. തോട്ടപ്പണിക്കാരനെ വിളിച്ചിട്ട് അവർ ചോദിച്ചു, നിങ്ങളുടെ മകന് ഞങ്ങൾ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അവന് പഠിക്കാൻ വലിയ ആഗ്രഹമാണ്, അതുകൊണ്ട് അവനെ ഒന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ പഠനം അവർ ഏറ്റെടുത്തു. ഒരു വാക്കിൽ ഒതുങ്ങിയില്ല. അവരാ പഠനം ഏറ്റെടുത്ത് അവനെ ധാരാളമായി പഠിപ്പിച്ചു. അവൻ വലിയ ഡോക്ടറായി മാറി, ലോകമറിയുന്ന വൈദ്യനായി. അലക്സാണ്ടർ ഫ്ലെമിംഗ്, പെൻസിലിൻ കണ്ടുപിടിച്ച ആ വലിയ മനുഷ്യൻ. മുങ്ങിത്താണ ആ കുട്ടിയുണ്ടല്ലോ, അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തീർന്ന വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. അവസാനിച്ചിട്ടില്ല. ലോകമഹായുദ്ധകാലത്ത് ടെഹ്റാനിൽ വെച്ച് വിൻസ്റ്റൺ ചർച്ചിലിന് ന്യൂമോണിയ ബാധിച്ചു. രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി വന്നത് പഴയ ചങ്ങാതി തന്നെയായിരുന്നു, അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഒരേ മനുഷ്യനെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് 2 പ്രാവശ്യം എടുത്തുയർത്തി ആ വലിയ ചങ്ങാതി. ഏതൊരു സൗഹൃദത്തിലും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കൈത്തരലാണ്. സങ്കടങ്ങളിലേക്കും മാനസികാഘാതങ്ങളിലേക്കും കരച്ചിലിലേക്കുമൊക്കെ മെല്ലെ ഇങ്ങനെ വീണു പോകുമ്പോൾ ഒരു കൈകൊണ്ട് നമ്മളിങ്ങനെ താങ്ങി നിർത്തുകയാണ് അരികിലുള്ള ചങ്ങാതി. കൂട്ട് എന്ന് നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ. കൂട്ട് എന്ന് സൗഹൃദത്തിന് മാത്രമല്ല പറയുക, റെസിപ്പിക്കും അതാണ് പറയുക. നല്ല പാചകക്കൂട്ടുകൾ, നല്ലൊരു ചങ്ങാതി നല്ലൊരു പാചകക്കൂട്ട് പോലെ തന്നെയാണ്. നെരുത പറയുന്നുണ്ട്, മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ഒന്നിനും സാധ്യമല്ല, പക്ഷേ നല്ല സ്നേഹത്തിന് കഴിയും ജീവിതത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുക്കാൻ. വിവാഹത്തെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ ഓരോ സൗഹൃദവും ദൈവനിശ്ചയമാണ്. പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഒരു ഫോണ് താഴെ വീണിട്ട് അതിന് പോറലേറ്റാൽ നമ്മുടെ മനസ്സിൽ എന്തൊരു വേദനയാണ്. അതിൻ്റെ ഡിസ്പ്ലേ ഏതെങ്കിലും തരത്തിൽ തകരാറായാൽ പിന്നെ മനസ്സിൽ വേറൊന്നും ആലോചിക്കാൻ കഴിയില്ല, അത് തന്നെയാണ് ചിന്തിക്കുക. എത്ര പെട്ടെന്നാണ് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത് അല്ലേ? സൗഹൃദങ്ങളിൽ, ബന്ധങ്ങളിൽ പോറലേൽക്കാതെ കാത്തു സൂക്ഷിക്കണം. വല്ല പോറലുമേറ്റാൽ പെട്ടെന്ന് പരിഹരിക്കുകയും വേണം. പ്രിയപ്പെട്ട ചങ്ങാതിയെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് അവനോട് പറയേണ്ടത് എനിക്ക് നിന്നെ സ്നേഹമാണ് എന്ന് മാത്രമല്ല, ഐ ലവ് യു എന്ന് മാത്രമല്ല, ഐ വാല്യൂ യു എന്നുകൂടി ചങ്ങാതിയോട് പറയണം. അവനെ അല്ലെങ്കിൽ അവളെ അത്രമേൽ വില കൽപ്പിക്കുന്നു, ആ സാന്നിധ്യം അത്രമേൽ പ്രിയപ്പെട്ടതാണ് എന്ന്. മനുഷ്യരിങ്ങനെ വല്ലാത്ത സങ്കടങ്ങളിലേക്കും മാനസികാഘാതങ്ങളിലേക്കും വിഷമങ്ങളിലേക്കൊക്കെ വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിലൊക്കെ മാനസികാരോഗ്യം വല്ലാതെ പോറലേൽക്കപ്പെടുന്നൊരു കാലമാണ്. അവിടെ ഒരു ചങ്ങാതിക്ക് നല്ലൊരു മരുന്നാകാൻ കഴിയും. മനുഷ്യനാണ് ഏറ്റവും വലിയ ലഹരി. മനുഷ്യനേക്കാൾ വലിയ ലഹരിയൊന്നുമില്ല. അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന ലഹരിയുടെ ചെറിയ ചെറിയ പാക്കറ്റുകളുണ്ട്. ആ പാക്കറ്റുകളേക്കാൾ ഏറ്റവും വലിയ ലഹരി മനുഷ്യനാണ്. മനുഷ്യനേക്കാൾ വലിയ ലഹരിയൊന്നും ഈ ലോകത്ത് നമുക്ക് കിട്ടാനില്ല.